ഹലോ, ഞങ്ങൾ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കലിലാണുള്ളത്. എൻ്റെ കൂടെ മുജീബ് റഹ്മാൻ സാറുണ്ട്. സാറിൻ്റെ 2 മക്കൾ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന USMO എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളതാണ്. അവർ 2 പേരും ആക്ച്വലി എക്സാൻവൽ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്ന മക്കളാണ്, ഹിബയും ഹുദയും അല്ലേ? എങ്ങനെയുണ്ട് സാർ അവരുടെ ഒരു പഠനം അനുഭവം? സാർ ആക്ച്വലി 2 സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് മെമ്പറൂടെയാണ്. സിറാജുലുലും തൃശ്ശൂരിലെ സിറാജുലുലും സ്കൂളും അതുപോലെ തന്നെ തിരൂരങ്ങാടിയിലുള്ള നൂറുൽ ഹുദ സ്കൂളിൻ്റെയും 2 സ്കൂളുകളുടെയും ഒരു മാനേജർ മെമ്പർ കൂടിയാണ്, മാനേജ്മെൻറ്റ് അംഗം കൂടിയാണ്. അപ്പോൾ ഓൾറെഡി സ്കൂളിലെ ടീച്ചേഴ്സിനോടും പാരൻസിനോടും സ്റ്റുഡൻസിനോടൊക്കെ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള ഒരാൾ എന്നുള്ളവർക്ക് സാറിന് എങ്ങനെ തോന്നുന്നു ഈ ഒരു കോഴ്സ് യൂസ്ഫുൾ ആകുന്നുണ്ടോ? വളരെ യൂസ്ഫുൾ ആണ്. അതിന് പ്രധാന കാരണം നേരത്തെ കുട്ടികൾ ഹയർ സ്റ്റഡീസിനെ കുറിച്ച് അറിയുന്നു എന്നുള്ള വലിയൊരു പ്രാധാന്യമുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്യാനും ലൈഫ് എങ്ങനെയാണെന്ന് അവർക്ക് തന്നെ വിഷ്വൽ ചെയ്യാനൊക്കെ കിട്ടുന്ന വലിയൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെ പഠിക്കണം, വളരെ കുറേശ്ശെ പഠിച്ചുകൊണ്ട് വലിയ അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നുള്ള ഉറച്ച വിശ്വാസം. സാറിന് നേരത്തെ പറയണ്ടായി 6ാം ക്ലാസ്സിലുള്ള മക്കൾക്ക് വരെ ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട IIT NIT പേരുകളും അവിടെ എങ്ങനെ എത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള വ്യക്തമായ റൂട്ട് അവർക്കറിയാം. പിന്നെ മാത്രമല്ല ഈ സ്ലൈസ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. മാത്രമല്ല നമ്മുടെ കുട്ടികളൊക്കെ തന്നെ സാധാരണഗതിയിൽ +2 കഴിഞ്ഞതിന് ശേഷം ആലോചിക്കുന്ന കാര്യങ്ങൾ ഒരു 6th കുട്ടി ആലോചിക്കുക എന്ന് പറയുന്നത് എന്നെ വലിയൊരു വിജയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് ആക്ച്വലി ഓൺലൈനായിട്ടാണ് കംപ്ലീറ്റ്ലി പ്രോഗ്രാം. അതിനേക്കാൾ അപ്പുറത്ത് നിങ്ങളെ കോഴ്സിലൊരു പ്രധാനപ്പെട്ട സാധനങ്ങൾ ലീഡർ ബോർഡ്, അത്തരത്തിലുള്ള ചില കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മൾ PUBG ഗെയിമൊക്കെ പോലെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനമുണ്ട് അപർണയത്ത്. അത് ഗംഭീര വിജയമാണ്. അത് നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. അതവർക്ക് നിരന്തരമായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക, പ്രൈസ് ചെയ്യുക, പ്ലേസ് ചെയ്യുക, ഇത് വലിയ കാര്യമാണ്. അത് കുട്ടികൾ വലിയ താല്പര്യം ഉണ്ടാക്കുകയും അത് പറഞ്ഞാൽ നല്ല പ്രബലനം ചെയ്യുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ്, എൻ്റെ അഭിപ്രായത്തിൽ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് അവരെ ക്ലാസ് സ്റ്റഡീസിനെ, സ്കൂൾ സ്റ്റഡീസിനെ നന്നായിട്ട് പ്രബലനം ചെയ്യുന്നതിൽ, പഠനത്തെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൊക്കെ അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കുന്നത്. മറ്റൊന്നും കൂടെ ഉള്ളത്, ഇടയ്ക്കിടയ്ക്ക് എക്സാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ എക്സാമിനുള്ള അവരുടെ പ്രിപ്പറേഷൻ തന്നെ വളരെ നല്ലതാണ്. മാത്രമല്ല അവർ ചെറിയ സാധാരണഗതിയിൽ എനിക്ക് തോന്നുന്നു എൻ്റെ 6ാം ക്ലാസ്സിലെ കുട്ടി അവൾ ഇവിടുത്തെ USMOക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പോയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ആ ടോപ്പിക് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതെനിക്ക് പറ്റുമെന്നൊരു തോന്നൽ സൃഷ്ടിക്കെടുക്കാൻ ഈ കോച്ചിങ്ങിനായി എന്നുള്ളത് വലിയ വിജയമാണ്. ഇപ്പോൾ നമ്മുടെ എക്സാം ആയാലും എല്ലാ ആഴ്ചകളിലും ശനിയാഴ്ചകളിലൊക്കെയാണ് നമ്മുടെ എക്സാം ഉള്ളത്. അതെല്ലാം നമ്മൾ ആക്ച്വലി നാഷണൽ ലെവലിൽ കണ്ടക്ട് ചെയ്യുന്ന NTA ആ ഒരു ഫോർമാറ്റ് തന്നെ കീപ്പ് ചെയ്യുന്നത്. കുട്ടികൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ട്, അതായത് ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ നെഗറ്റീവ് മാർക്കിംഗ് ഉൾപ്പെടെയുള്ള സിസ്റ്റത്തെ, അതായത് കുട്ടികൾ ഭാവിയിൽ എഴുതാൻ പോകുന്ന എക്സാമുകൾക്ക് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള നിലക്കാണ് നമ്മുടെ എൻറ്റയർ സിസ്റ്റം പ്ലാൻ ചെയ്ത് നേരത്തെ തുടങ്ങാനുള്ള വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും സ്കൂളിലെ ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് മെമ്പർ എന്നുള്ള നിലക്കും സാറ് പറയേണ്ടായി സ്കൂളിലെ ഒരു പഠന നിലവാരം കൂടി മെച്ചപ്പെടുത്താൻ ഇത് സഹായകമായിട്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രത്യേകത കുട്ടികൾ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുള്ളതാണ്. ഇതിനെല്ലാം അവർ പഠിക്കുന്നത് ഇതിനപ്പുറത്ത് അവർ ഏജ് ലെവലിന് അപ്പുറത്തുള്ള കാര്യം പഠിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ വളരെ എഫക്റ്റീവായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. ജനങ്ങൾക്കത് അറിയില്ല. എങ്ങനെ എപ്പോൾ തുടങ്ങി ഫൗണ്ടേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് അറിയിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും +2 കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മൾ ടൈമും പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ചെറുപ്പത്തിലാണ് വേണ്ടത്. നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നാൽ അതിൻ്റെ ഫ്രൂട്ട് എടുക്കുന്ന സമയത്താണ് അവർ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ശരി, എല്ലാ രക്ഷിതാക്കളും അവയർനെസ് കൊടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നമ്മളെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിലുള്ള പരമാവധി ആളുകൾക്ക്, മലയാളികളായിട്ടുള്ള രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും, കേരളത്തിൽ മാത്രമല്ല പുറമെ GCC കൺട്രീസിൽ നിന്നൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന കുട്ടികളുണ്ട്. എന്തായാലും സാറിനെ കണ്ടുമുട്ടിയത് സന്തോഷം. താങ്ക് യു സർ.